ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയുടെ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളാണ്. 2ാം ക്ലാസ്സിലെ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചിത്രാനുസാരം ഉചിതം പദം ശരിചിഹ്നേന അങ്കയതു. ചിത്രത്തിനനുസരിച്ച് ഉചിതമായ വാക്കുകൾ ശരിചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കൂ. അപ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറികളുടെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ശരിയായ വാക്കിന് നേരെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു മത്തങ്ങയാണ് അല്ലേ? മത്തങ്ങയ്ക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? ആലാബുഹു എന്നാണോ ബെണ്ടം എന്നാണോ? എന്താണ് മത്തങ്ങയ്ക്ക് നമ്മൾ പറയുന്നത്? ആലാബുഹു. ആലാബുഹു മത്തങ്ങ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു ചേനയാണല്ലേ? ചേനയ്ക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? ശിഗ്രുഹു എന്നാണോ സൂരണഹ എന്നാണോ? ശിഗ്രുഹു എന്നാൽ മുരിങ്ങക്കായാണ്. അപ്പോൾ ചേനയ്ക്ക് പറയുന്നത് സൂരണഹ. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് കാണുന്നത്? പൊട്ടറ്റോ ആണ് അല്ലേ? ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിന് എന്താണ് സംസ്കൃതത്തിൽ പറയുക? ആലൂകം എന്നാണോ ഗൃഞ്ജനകം എന്നാണോ? ആലൂകം. ആലൂകമാണ് ഉരുളക്കിഴങ്ങ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം അല്ലേ? പച്ചമുളകാണ് ചിത്രത്തിൽ കാണുന്നത്. പച്ചമുളകിന് എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? കാരവേലം എന്നാണോ മരീചം എന്നാണോ? കാരവേലം എന്നാൽ കൈപ്പക്കയാണല്ലേ? മരീചമാണ് ശരിയായ ഉത്തരം. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹരിതമരീചം കടുപൂർണം. പച്ചമുളക് ഹരിതമരീചം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സംഖ്യാം ഗണയിത്വ ഉചിതം ഉത്തരം ശരിചിഹ്നേന അങ്കയതു. എണ്ണം നോക്കി ശരിചിഹ്നം നൽകുക. അഞ്ചാമത്തെ ചോദ്യത്തിൽ കൂട്ടുകാരൊന്ന് എണ്ണി നോക്കിയേ. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച. 5 എണ്ണമാണല്ലേ? 5 എന്നതിന് പഞ്ച. ചത്വാരി എന്നാൽ 4. 5 എന്നതിന് പഞ്ച. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ഇത് കൂട്ടുകാരൊന്ന് എണ്ണി നോക്കിയാട്ടെ. 1 2 3 4 5 6 7 8 9 10. 10 എന്നതിന് സംസ്കൃതത്തിൽ എന്താണ് പറയുന്നത്? ദശ എന്നാണോ ഷട്ട് എന്നാണോ? ദശ. 10. ദശാവതാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. 1 2 3 4 5 6 7. 7 എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? അഷ്ട എന്നാണോ സപ്ത എന്നാണോ? സപ്ത. 7. സപ്തവർണം എന്ന് കേട്ടിട്ടില്ലേ? മഴവില്ലിൻ്റെ നിറങ്ങൾ സപ്തവർണ്ണമാണല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് കൂട്ടുകാരൊന്ന് എണ്ണി നോക്കിയാട്ടെ എത്ര എണ്ണമുണ്ടെന്ന്. 9 ആണല്ലേ? 9 എന്ന് പറഞ്ഞാൽ 9. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉചിതാക്ഷരേണ പൂരയതു. വിട്ടുപോയ അക്ഷരം ഏതാണെന്ന് നോക്കി അത് പൂരിപ്പിക്കണം. 9ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഹരിത ഡാഷ് രീചം. ഏത് വാക്കാണ് വിട്ടുപോയത്? മാ എന്നാണോ വാ എന്നാണോ? ഹരിത മരീചം. ഹരിതമരീചം. അപ്പോൾ മാ എന്ന വാക്കാണ് വിട്ടുപോയത്. 10ാമത്തെ ചോദ്യം നോക്കാം. വിദ്യാ ഡാഷ് യഹ. വിദ്യാലയഃ. ല എന്ന വാക്കാണ് വിട്ടുപോയത്. 11ാമത്തെ ചോദ്യം നോക്കാം. ഫലര ഡാഷ് ഏത് അക്ഷരമാണ് ഇവിടുന്ന് വിട്ടുപോയത്? ഫലരസം. സ എന്ന അക്ഷരമാണല്ലേ വിട്ടുപോയത്? ഫലരസം. ഫലരസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് ജ്യൂസ്. ജ്യൂസ് ആണല്ലേ? ഫലരസം പഴച്ചാറ്. അപ്പോൾ സ എന്ന വാക്കാണ് വിട്ടുപോയത്. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. അനാ ഡാഷ് സം. അനാ ഡാഷ് സം.
അനാനസം. അനാനസം. ന എന്ന വാക്കാണല്ലേ വിട്ടുപോയത്. ന എന്ന വാക്കാണ് ഇവിടെ നിന്ന് വിട്ടുപോയത്. അനാനസം എന്നാൽ പൈനാപ്പിൾ, കൈതച്ചക്ക എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കാം. ചിത്രം നിരീക്ഷ്യ ക്രിയാപദം ചിനോതു. ചിത്രത്തിനനുസരിച്ച് ഉചിതമായ ക്രിയാപദത്തിന് ശരി ചിഹ്നം നൽകുക എന്നാണ്. അപ്പോൾ ചിത്രത്തിൽ നമ്മൾ 13ാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടി എന്തോ കുടിക്കുകയാണ് അല്ലേ. കുടിക്കുക എന്നതിന് സംസ്കൃതത്തിൽ എന്താണ് പറയുക? പിബതി എന്നാണോ വദതി എന്നാണോ? പിബതി എന്നാണ് കുടിക്കുക എന്നതിന് നമ്മൾ പറയുന്നത്. പിബതി. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. 14ാമത്തെ ചോദ്യത്തിൽ ഒരു കുട്ടി പഠിക്കുകയാണ് അല്ലേ. വായിക്കുകയോ പഠിക്കുകയോ എന്തോ ചെയ്യുകയാണ്. അപ്പോൾ ഗച്ഛതി ആണോ പഠതി ആണോ? ഗച്ഛതി എന്ന് പറഞ്ഞാൽ എന്താണ്? പോവുക. പഠതി എന്നാൽ പഠിക്കുക, വായിക്കുക. ഇനി 15 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഉചിതമായ ഉത്തരത്തിന് ശരി ചിഹ്നം നൽകുക എന്നാണ്. ഇനി വരാൻ പോകുന്നതൊക്കെ GK ക്വസ്റ്റ്യൻസും പിന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. 15ാമത്തെ ചോദ്യം. കേരള രാജ്യസ്യ മുഖ്യമന്ത്രി കഹ. നമ്മുടെ കേരള രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി, മുഖ്യ സചിവഹ എന്നും ചോദിക്കാം. മുഖ്യമന്ത്രി ആരാണ്? കെ ബാലൻ, പിണറായി വിജയൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയായിരിക്കും. പിണറായി വിജയൻ. അപ്പോൾ ആ ഒരു ഉത്തരത്തിൻ്റെ കള്ളിയിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. ശിശുദിനം കസ്യ ജന്മദിനം. ശിശുദിനം ആരുടെ ജന്മദിനമാണ്? നെഹ്റു മഹോദയസ്യ, ഗാന്ധി മഹോദയസ്യ. നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനം. 17ാമത്തെ ചോദ്യം നോക്കാം. കാരവേലം ഡാഷ്. കാരവേലം കൈപ്പക്ക. കാരവേലം ബഹുതിക്തമാണോ കടുപൂർണമാണോ? ബഹുതിക്തം, കയ്പ്പ്. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. സുന്ദരഗാത്രാഹ ഡാഷ്. കുക്കുടശാപകഃ ചിത്രപതകഃ. ആരെയാണ് സുന്ദരഗാത്ര എന്ന് വിളിക്കുന്നത്? സുന്ദരമായ ശരീരത്തോടു കൂടിയത്. ചിത്രപതക, പൂമ്പാറ്റയെയാണല്ലേ കുട്ടി സുന്ദരഗാത്ര മിത്രവര എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, സുന്ദരനായ കൂട്ടുകാര എന്ന് വിളിക്കുന്നത് ചിത്രശലഭത്തെയാണ്. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. ശ്രീകൃഷ്ണാഹ കം ഗീതം ഉപദിശതി. ശ്രീകൃഷ്ണൻ ആർക്കാണ് ഗീതം ഉപദേശിച്ചു കൊടുത്തത്? അർജുനനാണോ ഭീമനാണോ? അർജുനം. അർജുനനാണ് ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയത് അല്ലേ. ഇനി 20ാമത്തെ ചോദ്യം നോക്കാം. ഇതിഹാസ കാവ്യം ഭവതി ഡാഷ്. ഏതാണ് ഇതിഹാസ കാവ്യം എന്ന് നമ്മൾ പറയുന്നത്? മഹാഭാരതമാണോ ഭാഗവതമാണോ? ഇതിഹാസ കാവ്യം ഭവതി മഹാഭാരതം. ഇനി 21ാമത്തെ ചോദ്യം നോക്കാം. പരിശ്രമേണ ഡാഷ് വരം. പരിശ്രമേണ ബന്ധനം വരം എന്നാണോ ജീവനം വരം എന്നാണോ? എന്താണ് നമ്മൾ പഠിച്ചത്? പരിശ്രമേണ ജീവനം വരം. അപ്പോൾ വിട്ടുപോയിടത്ത് ജീവനം എന്ന് എഴുതി ചേർക്കാം. ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. പ്രഭാതേ ഡാഷ് രവിഹി. പ്രഭാതേ എന്താണ് നമ്മൾ പഠിച്ചത് സുഭാഷിതത്തിൽ? പ്രഭാതത്തിൽ ദീപമായിരിക്കുന്നത് സൂര്യനാണ്. പ്രഭാതേ ദീപകഃ രവിഹി. പ്രഭാതത്തിലെ ദീപമാണ് നമുക്ക് വെളിച്ചം തരുന്നത് രവി, സൂര്യനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 23 മുതൽ 25 വരെ. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ പഴത്തെ സംബന്ധിക്കുന്ന വാക്കിന് ശരി ചിഹ്നം നൽകുക. 23ാമത്തെ ചോദ്യത്തിൽ 2 വാക്കുകളുണ്ട്. മീനഹ, സേവം. ഇവയിൽ ഏതാണ് പഴം? മീനഹ എന്ന് പറഞ്ഞാൽ മത്സ്യം, മീൻ എന്നാണ് അർത്ഥം. സേവം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ആപ്പിൾ. സേവം എന്നാൽ ആപ്പിൾ. അപ്പോൾ ഫലത്തെ സംബന്ധിക്കുന്ന വാക്ക് ഏതാണ്? സേവം.
സേവം എന്ന കള്ളിയിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം. കദളീഫലം ശരാരിഹി. കദളീഫലം എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, ശരാരിഹി എന്ന് പറഞ്ഞാൽ താറാവ്. അപ്പോൾ കദളീഫലമാണ് ശരി ഉത്തരം. 25ാമത്തെ ചോദ്യം. ചിക്രോഡഹ, ദ്രാക്ഷാഫലം, ഇവയിലേതാണ്? ചിക്രോഡഹ എന്നാൽ അണ്ണാർക്കണ്ണനാണ്. ദ്രാക്ഷാഫലം എന്ന് പറഞ്ഞാൽ മുന്തിരി, ഗ്രേപ്സ്. അപ്പോൾ 25 ചോദ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും പരീക്ഷയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബായ്.